വർക്ക്ഷീറ്റ് 5.01 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതിൽ 45:45:90 നമുക്കറിയാം സൈഡ്സ് ആൻഡ് റേഷ്യോ 1:1:√2 ആണെന്നും 30:60:90 നമുക്കറിയാം 1:√3:2 ആണെന്നും നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ട്രയാങ്കിളിന്റെ ആംഗിൾ 105, 45, 30 ഡിഗ്രി. എന്നിട്ട് ഡ്രോ AD പെർപെൻഡിക്കുലർ ഫ്രം A to BC. എന്ന് BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ഇത് D ആണ്. പെർപെൻഡിക്കുലർ വരച്ച് കഴിയുമ്പോൾ ഇവിടെ 105 നമുക്കിത് 45ഉം ഇത് 45ഉം ഇത് 60 ആയിട്ട് കൊടുക്കാം. ഇത് 45, 60 ആയിട്ട് തിരിച്ചു. നമുക്കറിയാം 45 ഓപ്പോസിറ്റ് നമുക്കറിയാം 45:45:90 നമുക്കറിയാം 1:1:√2 ആണ്. 30:60:90 നമുക്കറിയാം 1:√3:2 ആണ്. അപ്പോൾ 45 ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. 45 ഓപ്പോസിറ്റ് 1. ഈ 45 ആംഗിൾ ഓപ്പോസിറ്റ് 1. ഈ 40 അപ്പം 90 ഓപ്പോസിറ്റ് എന്താ വരിക? √2. അതേപോലെ നോക്കാം 30 ഓപ്പോസിറ്റ് വരുന്നത് 1 ആണ്. ശരിക്കും 30 ഓപ്പോസിറ്റ് 1 അല്ലേ വരേണ്ടത്? അപ്പോൾ 30 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് എന്തായിരിക്കും? √3. 90 ഓപ്പോസിറ്റ് 2. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആൻസർ ചെയ്യാം. ആംഗിൾ ABD എത്ര? 45. ആംഗിൾ DAB എത്ര? 60. ആംഗിൾ BDA 90. ശരിയല്ലേ? ഇനി നോക്കിക്കോളൂ. അടുത്ത AD:BD:AB. AD:BD:AB. AD എത്രയാ? 1. 1:AD:BD 1:AB √2. ഈ സൈഡ്സിന്റെ റേഷ്യോ ആണ്. ഇനി BD = X. ഇത് X ആണ് എങ്കിൽ ഇത് X ആണെങ്കിൽ ഇത് 1 അല്ലേ? ഇത് X ആണ്. BD = 1 ആണെങ്കിൽ AD = X തന്നെ. AB എന്താണ്? AB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ √2 മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പൊ X √2. ട്രയാങ്കിൾ ADC നമുക്കറിയാം ആംഗിൾ ACD അത് 30 ഡിഗ്രിയാണ്. പിന്നെ DAC അത് 60 ഡിഗ്രിയാണ്. ഇനി ADC അത് എത്രയാ? അത് 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ റേഷ്യോ 30:60:90 ആണ്. 30:60:90 നമുക്കറിയാം എന്താണ്? 30ന്റെ ഓപ്പോസിറ്റ് 1. AD എത്രയാണ്? AD 1. 1:2. DC എന്താണ്? DC ഇതല്ലേ? √3:2. 30:60:90 1:√3:2. Then AD = X. അതായത് ഇത് X ആണ് എങ്കിൽ ഇതെന്തായിരിക്കും? 2X ആയിരിക്കും. ഇത് √3X ആയിരിക്കും. അപ്പോൾ AD = X. Then DC = √3X. AC = 2X. ഇനി AB:AC:BC. AB എന്ന് വെച്ചാൽ എന്താണ്? √2:AC. AC 2:BC 1 + √3. Figure AB second activity ആണ്. In the figure ABCD is a parallelogram. AB = 10 cm and AD is equal to 8 cm. 8 cm ആണെങ്കിൽ angle D is equal to 45 degree. Then D is perpendicular to AB. D is perpendicular to AB. എങ്കിൽ what is the area of quadrilateral ABCD? ഈ പാരലോഗ്രാം ABCDന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് 45 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് പെർപെൻഡിക്കുലർ 90 അല്ലേ? അപ്പോൾ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇത് 45 ആണെങ്കിൽ ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് 45:45:90 നമുക്കറിയാം 1:1:√2 ആണ്. അപ്പോൾ ഈ 45ന് ഈ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 8 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് √2 ആണ് വേണ്ടത്. അവിടെ 8 ആണ് നിൽക്കുന്നത്. അപ്പോൾ ആ √2 ഒഴിവാക്കാം. അതാകുമ്പോൾ 45ന് ഓപ്പോസിറ്റ്. അപ്പം 8/√2 ആണ് ഇത്. ഇവിടെ √2 ആണ് വേണ്ടത്. ആ √2 ഒഴിവാക്കി 8/√2. 45 ഓപ്പോസിറ്റ് 8/√2 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റും 8/√2. ഇനി നാം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏരിയ. ഏരിയൻ ഫോമിൽ എന്താണ്? പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് വെച്ചാൽ BH ആണ്. അപ്പം ഇത് ഇത്ര നമുക്കറിയാം ഫുൾ അറിയാം 10 ആണ്. ഏരിയ is equal to BH. That is equal to ഇത് B10 × H എത്രയാണ്? ഇത്
8 by root 2. That is 80 by root 2. ഇനി റൂട്ട് 2 നമുക്ക് ഇറാഷണൽ നമ്പർ താഴെ എഴുതാറില്ല. റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 80 root 2 by 2. Root 2 to root 2, 2. That is 40 root 2. 40 root 2. Activity 3 ആണ്. In the figure, O is the center and ABC is a triangle. Angle BAC equal to 30 degree. 30 degree ആണെങ്കിൽ ആംഗിൾ BAC equal to 30 degree ആണ് നമുക്കറിയാം. ഇതിന്റെ സെൻട്രൽ ആംഗിൾ അതിന്റെ ഡബിളാണ്, അതായത് 60 ആണ്. നമ്മൾ സർക്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡബിൾ ആണ് ഇത്, 60 ആണ്. ഇത് 60 ആണെങ്കിൽ നമുക്ക് ട്രയാംഗിൾ OBC ഇത് 60 ആകുമ്പോൾ നമുക്കറിയാം ഇത് രണ്ട് റേഡിയസ് ആയതുകൊണ്ട് ഇതൊരു ഇക്വലാറ്റർ ട്രയാംഗിൾ ആണ്. അപ്പം ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ 60 ആയിരിക്കും. കാരണം ഇത് റേഡിയസ് അല്ലേ. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിൾ ആകുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് 60, ഇത് 60, ഇത് 60. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 3 60 ആണ്. ഇത് ഇക്വലാറ്റർ ട്രയാംഗിൾ ആണ്. ഇക്വലാറ്റർ ട്രയാംഗിൾ OBC. ആംഗിൾ BOC ഈക്വൽ ടു ഇതിന് ഡബിൾ ആണ്, 60 ആണ്. നെക്സ്റ്റ് ട്രയാംഗിൾ OBC, അതൊരു ഇക്വലാറ്റർ ട്രയാംഗിൾ ആണ്. ഇക്വലാറ്റർ ട്രയാംഗിൾ ആണ്. പിന്നെ ഇഫ് റേഡിയസ് ഈ 6 സെന്റിമീറ്റർ, ഇത് റേഡിയസ് ഇത് 6 ആണെങ്കിൽ വാട്ട് ഈസ് BC? ഇത് ഇക്വലാറ്റർ ട്രയാംഗിൾ അല്ലേ. ഇക്വലാറ്റർ ട്രയാംഗിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇത് 6 ആണെങ്കിൽ ഇത് 6 ആയിരിക്കും, ഇത് 6 ആയിരിക്കും. അപ്പോൾ BC ഈക്വൽ ടു 6. ഇനി ലെങ്ത് ഓഫ് ഇത് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഉണ്ട് എങ്കിൽ O to BC, ഒരു പെർപെൻഡിക്കുലർ BCയിലേക്ക് വരച്ചാൽ ഇത് D ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് 60 നമുക്ക് 30 ആയി, ഇത് 90 ആയി. അപ്പോൾ 30:60:90 ആയി. ഇത് 30 ആണ്, പെർപെൻഡിക്കുലർ 30 ആയി, ഇത് 60 ആയി, ഇത് 90 ആയി. ഈ 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എന്താ പറയുക? 3 ആയി. 60ക്ക് ഓപ്പോസിറ്റ് എന്താവും? ഇതിൻ്റെ കൂടെ √3 കൊടുത്താൽ മതി. അപ്പോൾ 3√3. അപ്പോൾ ഇതെന്താണ്? 3√3. ഇനി എന്താ വേണ്ടേ? ഏരിയ ഓഫ് ട്രയാംഗിൾ OBC. OBCന്റെ ഏരിയ എന്താണ്? ട്രയാംഗിൾ OBCന്റെ ഏരിയ, അതായത് ഇത് ഹാഫ് BH ആണ്. ഏരിയ ഓഫ് ട്രയാംഗിൾ ഹാഫ് BH അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇത് 6 ആണ്. 6 ഇൻറ്റു ഇത് ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്ക് 3√3. അപ്പം ഇത് ക്യാൻസൽ ചെയ്തു. അപ്പം 9√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. വർക്ക്ഷീറ്റിൽ ഇൻ ട്രയാംഗിൾ ABC, ട്രയാംഗിൾ ABCയില് AB 9 ആണ്, ആംഗിൾ B 60 ഡിഗ്രി ആണ്, BC 15 ആണ് എങ്കിൽ ഫൈൻഡ് AD എത്രയാണ്? AD നമുക്കറിയാം ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 90 ആണ്. അപ്പം 90 + 60 150 ആയി. ബാക്കി എത്ര ഉണ്ട്? ഇവിടെ 30 ആയി. ഇവിടെ നമ്മൾ 30:60:90 നോക്കാം. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 9 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതിന്റെ ഹാഫ് ആയിരിക്കും. എത്രയായിരിക്കും? 9/2. ഈ 60ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 9/2√3. ഇനി നോക്കൂ, ഫൈൻഡ് AD. AD is equal to 9/2√3. ഏരിയ ഓഫ് ട്രയാംഗിൾ ABC എന്ന് വെച്ചാൽ ഹാഫ് BH ആണ്. ഹാഫ് BH. ബേസ് എത്രയാണ് ഇവിടെ? ഹാഫ് ഇൻറ്റു ബേസ് ഇത് 15 ഇൻറ്റു H എത്രയാണ്? 9/2√3. അപ്പോൾ തോന്നുന്നു 135/4√3. ഇതാണ് ഇതിന്റെ ഏരിയ. സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഏരിയ. Question: ABCD is a rectangle. ABCD is a rectangle and AD 6 centimeter ആണ്. AE ഇവിടുത്തെ ലൈനാണ്. ഈ AEDയുടെ ആംഗിൾ 30 ആണ്. ഇത് റെക്ടാംഗിൾ ആയിട്ട് നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്. അപ്പം 90 + 30 120 + 60 അപ്പോൾ 180 ആയി. റെക്ടാംഗിൾ ആയിട്ട് 90 ഡിഗ്രി ആണ്. ഇവിടെ റേഷ്യോ നമുക്കറിയാം 30:60:90 റേഷ്യോ അറിയാം നമുക്ക്. 1:√3:2 ആണ്. അപ്പം 30 ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 6√3. ഇനി 90ക്ക് ഓപ്പോസിറ്റ് എന്താവും? ഇതിന് ഡബിൾ
12√3. അപ്പം നമ്മുടെ ഡി എന്താണ്? ഡി ഈസ് ഈക്വൽ ടു 12√3. ഡി ഈസ് ഈക്വൽ ടു 6√3. സി ഡി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എത്രയാ? ഇവിടെ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, EC2 തന്നിട്ടുണ്ട്. അപ്പം സി ഡി ഈസ് ഈക്വൽ ടു 6√3 പ്ലസ് 2. 6√3ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഏരിയ ഓഫ് എ ബി സി ഡി. ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് വെച്ചാൽ ഇതൊരു റെക്ടാങ്കിൾ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഓഫ് എ ബി സി ഡി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്താണ്? ഇത് 6√3 plus 2 into 6. That is equal to 36√3 plus 12. ഇനി എ ബി സി എന്താണ്? എ ബി സി നമുക്കറിയാം എന്താണ്? എ ബി സിയിൽ ഇത് രണ്ടും പാൽ ലൈൻസ് ആണ്. അതുകൊണ്ട് രണ്ട് പാൽ ലൈൻസ് ഉണ്ട്. രണ്ട് പാൽ ലൈൻ ഉണ്ടെങ്കിൽ അതിന് പറയാം ട്രപ്പീസിയം എന്ന് പറയും. ഒരു ക്വാഡ്രിലാറ്ററൽ രണ്ട് ലൈൻസ് പാലാണെങ്കിൽ അതിനെ പറയുന്നത് ട്രപ്പീസിയം. അപ്പോൾ എ ബി സി ഇസ് എ ട്രപ്പീസിയം. ഇനി ഏരിയ എന്ന് വെച്ചാൽ നമുക്കറിയാം ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എച്ച് ആണ് 6 ഇൻറ്റു എ പ്ലസ് ബി ലെങ്തും ഈ ലെങ്തും. ഇത് എത്രയാണ്? 6 ഇൻറ്റു 2 പ്ലസ് 2 എന്ന് വെച്ചാൽ ഇത് 2 പ്ലസ് ഇതിൻ്റെ ലെങ്ത് പറയാം 6√3 പ്ലസ് 2. ഇതാണ് ഇതിൻ്റെ ഏരിയ. ഇത് ചെയ്താൽ മതി കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, O is the center of the circle. ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 135 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 180. കാരണം നമുക്കറിയാം ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ് കൂട്ടിയാൽ 180 ആണ് ഓപ്പോസിറ്റ്സ്. അപ്പോൾ ഇത് 135 ആണെങ്കിൽ ബാക്കി എത്രയാണ്? 45 ആണ്. 145 പിന്നെ 145 ആണ്. അപ്പോൾ ആംഗിൾ എ ബി ഡി എത്രയാണ്? ആംഗിൾ എ ബി ഡി ഇസ് ഇക്വൽ ടു 45 ഡിഗ്രി. കാരണം ഇതിന് കൂട്ടിയാൽ 180 ആണ്. സപ്ലിമെന്ററി ആണ്. 180 ആണ്. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണ്. ഇനി എ ഡി ഇസ് ഇക്വൽ ടു 8. എ ഡി ഇത് 8 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇത് 8 ആണെങ്കിൽ റേഡിയസ്, അപ്പം എ ഡി 8 ആണെങ്കിൽ ഇത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം ഇത് എ ബി ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഡയമീറ്ററിലാകുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, ഇതിപ്പോൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ എ ബിക്ക് ഓപ്പോസിറ്റ്, ഈ 45 ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 8√2. ഈ 45 ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് 8√2. അപ്പോൾ റേഡിയസ് എന്താ വരിക? 8√2/2. ദാറ്റ് ഈസ് ഇക്വൽ ടു 4√2 ആണ് റേഡിയസ്. കാരണം വെച്ചാൽ ഇത് ഫുൾ 8√2 ആണ്. 8√2/2 ദാറ്റ് ഈസ് 4√2 ആണ് ഇതിന്റെ റേഡിയസ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി എന്ന് വെച്ചാൽ ഹാഫ് ബി എച്ച് ആണ്. ഏരിയ ഹാഫ് ബി എച്ച് അല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 8 അല്ലേ? 8 ഇൻറ്റു അല്ല, ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഇതിന്റെ ബേസ് 8√2 ബേസ് 8√2 ഇത് 8 മതി. 90 ഡിഗ്രി അല്ലേ വരും. അപ്പം 8 ഇൻറ്റു 8√2 ദാറ്റ് ഈസ് ഇക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പം 32√2. അതാണ് അതിന്റെ സെന്റിമീറ്റർ സ്ക്വയർ ഇതിന്റെ ഏരിയ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി, BC is equal to 12 centimeter, angle A is equal to 45 degree, and angle B equal to 60 degree. Then find the area of triangle ABC. ABC ന്റെ ഏരിയ കണ്ടുപിടിക്കാൻ മതിരിക്കാം. അപ്പം ഇത് 45, 60, 105. ബാക്കിയുള്ളത് 75. അപ്പോൾ 75 ഇത് 45 ഇവിടെ കൊടുത്തു, 30 ഇവിടെ കൊടുത്തു, 75. ഇനി നമുക്ക് വേണമെങ്കിൽ ഹൈറ്റും ഇതും വേണം, ഏരിയ കണ്ടുപിടിക്കും, ഇത് ഈ ലെങ്ത്തും വേണം, ഹൈറ്റും വേണം. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 6 ആയിരിക്കും. 6 ആണെങ്കിൽ ഇത് ഈ 30ക്ക് 6 വന്നു,
ഇനി ഈ 30ക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ ഈ 60ക്ക് ഓപ്പോസിറ്റ് എന്താ പറയുക 6√3 ആയിരിക്കും. x ആണെങ്കിൽ 1 ആണെങ്കിൽ √3 അല്ലേ വരിക. ഇത് 1:√3:2 വരും. അപ്പോൾ അത് √3 ആയിരിക്കും. ഇനി 45 ഓപ്പോസിറ്റ് 6√3 ആണ്. ഈ 45 ഓപ്പോസിറ്റ് 6√3 ആയിരിക്കണം. ഇതിനുള്ള ഓപ്പോസിറ്റും ഇതിന് ഓപ്പോസിറ്റ് സെയിം ആയിരിക്കും. 1:1:√2 വരും. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് 6√3 പ്ലസ് 6 ഇൻറ്റു ഹൈറ്റ് 6√3. ഹാഫ് ഇൻറ്റു 6√3 പ്ലസ് 6 ഇൻറ്റു 6√3 പ്ലസ് 6 ഇൻറ്റു 6√3. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഹാഫ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 ഇൻറ്റു 3 108 108 പ്ലസ് ഇതിങ്ങനെ മൾട്ടിപ്ലൈ 36√3. ഇതിന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം 54 പ്ലസ് 18√3 ഇതാണ് ഏരിയ. 54 പ്ലസ് 18√3 ആണ് ഏരിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45:60:75. 45:60:75 എത്രയാണെന്ന് ചോദിക്കാം. 45:60:75 നമുക്കറിയാം 45:45:90 റേഷ്യോ അറിയാം. 1:1:√2. 45 ഓപ്പോസിറ്റ് 1, 45 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് √2. ഇവിടെ 60 ഓപ്പോസിറ്റ് എന്താ പറയുക 1 ആവും. ശരിക്കും 60 ഓപ്പോസിറ്റ് √3 വരട്ടെ. അപ്പോൾ 1 √3 ഒഴിവാക്കണം. 30 ഓപ്പോസിറ്റ് ഉണ്ടാവും. ഇത് 1/√3. ഇത് ഇതിന് ഡബിൾ 90 ഓപ്പോസിറ്റ് 2/√3. റേഷ്യോ നമുക്ക് എഴുതി നോക്കാം. 45 ഓപ്പോസിറ്റ് 2/√3 ഈസ് ടു ഇനി 60 ഓപ്പോസിറ്റ് എന്താ പറയുക √2 ഈസ് ടു. ഇനി അത് 75 ഓപ്പോസിറ്റ് ഇത്രയും ലെങ്ത് ഉണ്ട്. അതായത് 1 പ്ലസ് 1/√3. അതെന്താ പറയുക 2/√3 ഈസ് ടു √2 ഈസ് ടു. ഇവിടെ നമുക്ക് √3 ഡിനോമിനേറ്റർ എഴുതിയിട്ട് ആഡ് ചെയ്യാം. 1 പ്ലസ് √3 √3 പ്ലസ് 1 മനസ്സിലായി. √3 ഇതിങ്ങോട്ട് ഇവിടെ 1/1 ആണ്. അപ്പോൾ √3 പ്ലസ് 1. ഇനി √3 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്യാം 2/√3 into √3 is to √2 into √3 is to √3 plus 1/√3 into √3. ഇതെല്ലാം ക്യാൻസൽ ആയി. ബാക്കി എന്തോന്നു 2 is to √6 is to √3 plus. ഇതാണ് നമ്മളെ 45:60:75 റേഷ്യോ. എന്താണ് 2 is to √6 is to √3 plus 1. റൈറ്റ് ട്രയാങ്കിൾ PRS Q is a point on PR and angle P is equal to ഇത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയാണ്. കൂടാതെ ആംഗിൾ PQS 120 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇത് 120 പ്ലസ് 45 165 അല്ലേ. ഇത് 15 ആണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 60 ആണ്. 180ന്റെ 120 ആണ്. ബാക്കി 60 പ്ലസ് 90 150. ഇത് 30 ആണ്. ഇനി നമ്മൾ നോക്കാം ആംഗിൾ RQS എത്രയാ 60 ഡിഗ്രി. ഇനി അടുത്ത വരുന്നത് എന്താണ് ആംഗിൾ QSR 30 ഡിഗ്രി. ഇനി SR കണ്ടുപിടിക്കാൻ SR is equal to 30ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 30ന്റെ ഡബിൾ ആണ്. ഇത് 4 ആണ്. അപ്പോൾ നമുക്ക് SR എന്താ കിട്ടി SR is equal to 2√3 എന്ന് കിട്ടി. SQ is equal to 4 എന്ന് കിട്ടി. PQ is equal to ഇത് നമുക്കറിയാം ഇത് 45:45:90 ആണ്. ഈ 45 ഓപ്പോസിറ്റ് 2√3 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റും 2√3. ഇത് 2√3 ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞു വെച്ചാൽ 2√3 എന്ന് 2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ PQ is equal to 2√3 minus 2. PS is equal to നമുക്ക് നോക്കാം 45:45:90 ആണ്. 45 ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ √2 മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടും. അതായത് 2√3 into √2 ആണ്. അപ്പോൾ 2√6 ആണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ. 2√6 വരും. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കുന്ന റേഷ്യോ ആണ് 15:45:120 ഡിഗ്രിയാണ്. 15ന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം ഇതാണ്. ഈ ട്രയാങ്കിളിന്റെ 15 ഓപ്പോസിറ്റ് നമുക്കറിയാം 2√3 minus 2 is 2. 45ന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം 45ന്റെ ഓപ്പോസിറ്റ് 4 is 2.
120 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം 2 റൂട്ട് 3 ഇൻറ്റു 2 അതായത് 2 റൂട്ട് 6. ഇതെല്ലാം 2 കോമൺ ആക്കാം. 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 ഈസ് ടു 2 ഈസ് ടു 4 ഈസ് ടു 2 റൂട്ട് 6. ഇതിന് 2 ഒഴിവാക്കുക. അപ്പോൾ റൂട്ട് 3 മൈനസ് 1 ഈസ് ടു 2 ഈസ് ടു റൂട്ട് 6. ഇതാണ് എൻ്റെ ആൻസർ.